ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UML ഡയഗ്രാംസിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് ഡയഗ്രാംസിനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ ക്ലാസ് ഡയഗ്രാം ആൻഡ് സെക്കൻഡ് വൺ ആണ് ഇൻ്ററാക്ഷൻ ഡയഗ്രാം. ഫസ്റ്റ് നമുക്ക് ക്ലാസ് ഡയഗ്രാംസിനെ കുറിച്ചിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ക്ലാസ് ഡയഗ്രാം ഈസ് എ സ്റ്റാറ്റിക് ഡയഗ്രാം. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ സ്റ്റാറ്റിക് വ്യൂ ഓഫ് ആൻ ആപ്ലിക്കേഷൻ. ക്ലാസ് ഡയഗ്രാം എന്താണ്? ഒരു സ്റ്റാറ്റിക് ഡയഗ്രാമാണ്. എന്താണ് സ്റ്റാറ്റിക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ? ഒരു സിസ്റ്റത്തിനെ നമ്മൾ വെറൈറ്റി ഓഫ് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണ്. അപ്പോൾ അതിനെന്തായിരിക്കും? ഒരു സിസ്റ്റത്തിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും അല്ലേ? ആ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡയഗ്രത്തിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഡയഗ്രാം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഡയഗ്രാമാണ് നമ്മുടെ ക്ലാസ് ഡയഗ്രാം. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ സ്റ്റാറ്റിക് വ്യൂ ഓഫ് ആൻ ആപ്ലിക്കേഷൻ. ഓക്കെ. Class diagram is not only used for visualizing, describing and documenting different aspects of a system, but also for constructing executable code of the software application. അപ്പോൾ ക്ലാസ് ഡയഗ്രാം നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാറ്? വിഷ്വലൈസിങ്, ഡിസ്ക്രൈബിങ്, ഒരു സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഡിസ്ക്രൈബ് ചെയ്യാൻ, ഒരു സിസ്റ്റത്തിനെ വിഷ്വലൈസ് ചെയ്യാൻ, ഡോക്യുമെൻറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ക്ലാസ് ഡയഗ്രാം യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിനൊക്കെ പുറമെ എന്താണ്? ആൾസോ ഫോർ കൺസ്ട്രക്ടിങ് എക്സിക്യൂട്ടബിൾ കോഡ് ഓഫ് ദി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ. അതാണ് ക്ലാസ് ഡയഗ്രത്തിന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടബിൾ കോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഡയഗ്രാം എന്ന് പറയുന്നത് ക്ലാസ് ഡയഗ്രാമാണ്. ഓക്കെ. അപ്പോൾ ഒരു ഡെവലപ്പർക്ക് അല്ലെങ്കിൽ ഒരു കോഡർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് ഡയഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈസി ആയിട്ട് ഒരു കോഡ് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. That describes the structure of a system but showing the system's classes, their attributes, operations or methods and the relationship among the classes. അപ്പോൾ ഒരു ക്ലാസ് ഡയഗ്രത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക? അതായത് ഒരു സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറാണ് അവിടെ ഷോ ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ആ ഒരു സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ക്ലാസ്സസുകളെ, ആ ക്ലാസ്സസിൽ ഉണ്ടാകുന്ന ആട്രിബ്യൂട്ട്സും അതിൽ വരുന്ന മെത്തേഡ്സ്, അങ്ങനെ ഈ ക്ലാസ്സസ് ഒന്നിൽ കൂടുതൽ ക്ലാസ്സസുകൾ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ ക്ലാസ്സസുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ആ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും ഇതിൽ പറയുന്നുണ്ട്. Class diagram shows a collection of classes, interfaces, associations, collaborations and constraints. It is also known as a structural diagram. അപ്പോൾ എന്താണ്? ഒരു സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ ക്ലാസ് ഡയഗ്രാം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എന്തൊക്കെ ഷോ ചെയ്യുന്നുണ്ടായിരിക്കും? അതിൽ വരുന്ന കളക്ഷൻ ഓഫ് ക്ലാസ്സസുകളും ഇൻ്റർഫേസസുകളും അസോസിയേഷനും കൊളാബറേഷൻസും ആ ക്ലാസ്സുകളിൽ വരുന്ന കൺസ്ട്രെയിൻസ്, ഇതൊക്കെ അതിൽ ഷോ ചെയ്യുന്നുണ്ടാവും ഒരു ക്ലാസ് ഡയഗ്രത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് ഡയഗ്രത്തിന് എന്ത് പറയാം? സ്ട്രക്ചറൽ ഡയഗ്രാം എന്ന് പറയാം. വാട്ട് യൂസ് ക്ലാസ് ഡയഗ്രാംസ്? നമ്മൾ എവിടെയാണ് നമ്മൾ ക്ലാസ് ഡയഗ്രാംസ് യൂസ് ചെയ്യാം? Generally, UML diagrams are not directly mapped with any object-oriented programming languages, but the class diagram is an exception. ശരിക്കും UML ഡയഗ്രാംസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ്? ക്ലാസ് ഡയഗ്രാം നമുക്ക് അത്തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. Class diagram clearly shows the mapping with object-oriented languages such as Java, C++, etc. From practical experience, class diagram is generally used for construction purpose അല്ലേ? അപ്പോൾ എന്താണ്? ജനറലി യൂസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ പർപ്പസിനാണ്. കാരണം നമുക്ക് ക്ലാസ് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. In a nutshell, it can be said class diagrams are used for describing the static view of the system. നമ്മൾ പറഞ്ഞു അല്ലേ? സ്റ്റാറ്റിക് വ്യൂ ഓഫ് ദ സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ക്ലാസ് ഡയഗ്രാം യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ്, ഷോയിങ് ദ കൊളാബറേഷൻ എമംഗ് ദ എലമെൻറ്റ്സ് ഓഫ് ദ സ്റ്റാറ്റിക് വ്യൂ. അപ്പോൾ എന്താണ്? എലമെൻറ്റ്സ് തമ്മിലുള്ള ഒരു കൊളാബറേഷൻ നമുക്ക് കാണിക്കാൻ പറ്റും. ഡിസ്ക്രൈബ് ദി ഫങ്ഷനാലിറ്റീസ് പെർഫോംഡ് ബൈ ദ സിസ്റ്റം. ആ ഒരു സിസ്റ്റം ഏത് രീതിയിലുള്ള ഫങ്ഷനാലിറ്റി ആണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. കൺസ്ട്രക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസിങ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് അല്ലേ? അപ്പോൾ എന്താണ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജിലുള്ളൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എന്താണ്? ക്ലാസ് ഡയഗ്രാംസ് യൂസ്ഫുൾ ആണ്. ഇനി എങ്ങനെ നമുക്ക് ഒരു ക്ലാസ് ഡയഗ്രാം ഡ്രോ ചെയ്യാം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ പ്രൊജക്റ്റൊക്കെ വരുന്ന സമയത്ത് എന്താണ്? ക്ലാസ് ഡയഗ്രാം ഒക്കെ നമുക്ക് വരക്കേണ്ടി വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കൽ നമുക്ക് മസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ് ഡയഗ്രാം വരക്കുക എന്നുള്ളത് നോക്കാം. Class diagram is basically a graphical representation of the static view of the system and it represents different aspects of the application. നമ്മൾ പറഞ്ഞു അല്ലേ?
അപ്പോൾ എന്താണ്, ഒരു വോൾ സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യണം നമുക്ക് ഈ ക്ലാസ് ഡയഗ്രത്തിലൂടെ. ക്ലാസ് ഡയഗ്രാം ഹാവ് എ ലോട്ട് ഓഫ് പ്രോപ്പർട്ടീസ് ടു കൺസിഡർ വൈൽ ഡ്രോയിങ്, ബട്ട് ഹിയർ ദ ഡയഗ്രാം വിൽ ബി കൺസിഡേർഡ് ഫ്രം എ ടോപ്പ് ലെവൽ വ്യൂ. നമുക്ക് ഒരു ക്ലാസ് ഡയഗ്രാം വരക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടോപ്പ് ലെവൽ വ്യൂ എന്നാണ് നമ്മളൊരു ക്ലാസ് ഡയഗ്രാം വരക്കാനായിട്ട് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്, ദ നെയിം ഓഫ് ദ ക്ലാസ് ഡയഗ്രാം ഷുഡ് ബി മീനിങ്ഫുൾ ടു ഡിസ്ക്രൈബ് ദ ആസ്പെക്റ്റ് ഓഫ് ദ സിസ്റ്റം. എന്താവണം, നെയിം ഓഫ് ദ ക്ലാസ് ഡയഗ്രാം. The name of the class diagram should be meaningful to describe the aspect of the system. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ക്ലാസ്സിൻ്റെ നെയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം, അതിന് മീനിങ് ആയിട്ടുള്ളൊരു നെയിം ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ജാവയിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, നമ്മുടെ ക്ലാസ്സിന് കൊടുത്ത ആ നെയിം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് ആ ക്ലാസ്സിനകത്ത്, അതിന് മീനിങ് ആയിട്ടുള്ളൊരു നെയിമാണ് നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, ഈച്ച് എലമെൻറ്റ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ഇൻ അഡ്വാൻസ്. നമ്മൾ ആദ്യം തന്നെ എന്ത് അറിഞ്ഞിരിക്കണം, അതിൽ വരുന്ന എലമെൻസിനെ കുറിച്ചും ഓരോ എലമെൻസിനെ കുറിച്ചും അത് തമ്മിലുള്ള എലമെൻസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് അറിഞ്ഞു വെക്കണം. റെസ്പോൺസിബിലിറ്റി അഥവാ ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സിലെ ഓരോ ക്ലാസ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതിൽ വരുന്ന ആട്രിബ്യൂട്ട്സും മെത്തേഡ്സ് ആണ്. അതും നമ്മൾ എന്തായിരിക്കണം, ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. For each class, minimum number of properties should be specified, as unnecessary properties will make the diagram complicated. അല്ലേ, ഇപ്പോൾ നമ്മളൊരു ക്ലാസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യാം. അതല്ല, നമുക്ക് ആ ഒരു ക്ലാസ് തന്നെ മിനിമം പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്കൊരു അതിൻ്റെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. അപ്പോൾ നമ്മൾ മിനിമം നമ്പർ ഓഫ് പ്രോപ്പർട്ടീസിലായിരിക്കണം നമ്മുടെ ക്ലാസ് സ്പെസിഫൈ ചെയ്യേണ്ടത്. അൺനെസസറി ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ കൂടി വന്നാൽ എന്തായിരിക്കും, നമ്മുടെ ഡയഗ്രാം വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. യൂസ് നോട്ട്സ് whenever required to describe some aspects of the diagram. ഇപ്പോൾ നമ്മുടെ ഡയഗ്രത്തിൽ നമ്മൾ ജസ്റ്റ് ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും നെയിമൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് എന്തായിരിക്കണം, അത് മാത്രം വെച്ചിട്ട് നമുക്ക് ആ ഒരു ക്ലാസ്സിൻ്റെ ക്ലിയർ ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് എന്തെങ്കിലും നോട്ട്സ് നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കാരണം അത് എൻഡ് ഓഫ് ദി ഡ്രോയിങ് ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ ടു ദ ഡെവലപ്പർ ഓർ കോഡ്. ആ ഒരു ക്ലാസ് ഡയഗ്രത്തിന് ഡ്രോയിങ് കഴിഞ്ഞാൽ അതെന്തായിരിക്കണം, ഡെവലപ്പർക്ക് അല്ലെങ്കിൽ കോഡർക്ക് അതെന്തായിരിക്കണം, ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ ക്ലാസ് ഡയഗ്രാം ഡ്രോ ചെയ്യാൻ. Finally, before making the final version, the diagram should be drawn on plain paper and reworked as many times as possible to make it correct. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, പ്രിൻ്റ് ചെയ്യാൻ പാടില്ല. ആദ്യം നമ്മൾ ഒരു പ്ലെയിൻ പേപ്പറിലാണ് നമ്മൾ നമ്മുടെ ക്ലാസ് ഡയഗ്രാം വരക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താനുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ കുറേ റീവർക്ക് ചെയ്യേണ്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പ്ലെയിൻ പേപ്പറിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതാണ് ഒരു ക്ലാസ്സിനെ നമ്മൾ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ക്ലാസ് ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം. അതിനെന്തുണ്ട്, 3 കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ടോപ്പിൽ വരിക ക്ലാസ് നെയിമാണ്, ദെൻ വരിക ആട്രിബ്യൂട്ട്സ് ആണ്, ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ വരിക മെത്തേഡ്സ് ആണ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു പോർഷൻ ഓഫ് കോഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ക്ലാസ്സിൻ്റെ പേരെന്താണ്, മൈക്കാർ എന്ന് പറയുന്ന ക്ലാസ് ആണ് അല്ലേ. അതിൽ കളറ്, ഇയർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന 2 ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ട്. ഇതിൽ വരുന്ന മെത്തേഡാണ് പ്രിൻ്റ് മൈക്കാർ എന്നുള്ളത്. ഇനി ഇവിടെ അതിനെ ഈ ഒരു കോഡിനെ നമ്മൾ ഏത് ക്ലാസ് ഡയഗ്രാമത്തിൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുത്തു, നെയിമാണ് കൊടുക്കേണ്ടത് അല്ലേ. ഇവിടെ ക്ലാസ് നെയിം എന്താണ്, മൈക്കാർ. ദെൻ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് ആണ്. അവിടെ എന്താണ്, ഇയർ ഓഫ് പ്രൊഡക്ഷൻ ആട്രിബ്യൂട്ട്സ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് കൊടുക്കുക, അതിൻ്റെ ടൈപ്പാണ് കേട്ടോ മെൻഷൻ ചെയ്യേണ്ടത്. ഒരു ആട്രിബ്യൂട്ടും അതിൻ്റെ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. മെത്തേഡും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് കാണാം പ്ലസ്, ഇപ്പോൾ ഈ കളറിന് മുന്നേ നമുക്കൊരു പ്ലസ്
സിമ്പിൾ കാണാം അല്ലേ. ഇതിപ്പോൾ എന്താണ്, ഇവിടെ നമ്മൾ മുകളിൽ കോഡിന് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം പബ്ലിക് സ്ട്രിംഗ് കളർ എന്നുള്ളതാണ് അല്ലേ. അതിൻ്റെ ടൈപ്പ് എന്താണ്, അവിടെ പബ്ലിക് ആയിട്ടാണ് ആ ആട്രിബ്യൂട്ട് ഉള്ളത് അല്ലേ. അപ്പോൾ ഓരോ മോഡിഫയേഴ്സിന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്ലസ് എന്നുള്ളത് എന്താണ്, പബ്ലിക് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മൈനസ് പ്രൈവറ്റിനെ, ആഷ് പ്രൊട്ടക്റ്റഡ്, പിന്നെ നോട്ട് എന്നുള്ള സിമ്പിൾ പാക്കേജിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ദ ഫോളോയിങ് ഡയഗ്രാം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഓർഡർ സിസ്റ്റം ഓഫ് ആൻ ആപ്ലിക്കേഷൻ. ഇനി നമ്മളൊരു ക്ലാസ് ഡയഗ്രത്തിന് ഒരു എക്സാമ്പിളാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കസ്റ്റമർ ഓർഡർ എന്നുള്ള, അഥവാ ഒരു ഓർഡർ സിസ്റ്റം, ഒരു കസ്റ്റമർ ഒരു ഓർഡർ എടുക്കുകയാണ്, അങ്ങനെ വരുന്ന ഒരു ഓർഡർ സിസ്റ്റം ഓഫ് ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ് എ പെർട്ടിക്കുലർ ആസ്പെക്റ്റ് ഓഫ് ദി എൻറ്റയർ ആപ്ലിക്കേഷൻ. ആ ഒരു എൻറ്റയർ ആപ്ലിക്കേഷൻ്റെ ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഇവിടെ നമുക്കിങ്ങനെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഓർഡർ ആൻഡ് കസ്റ്റമർ ആർ ഐഡൻറ്റിഫൈഡ് ആസ് ദി 2 elements ഓഫ് ദി സിസ്റ്റം. ഈ സിസ്റ്റത്തിലെ 2 elements ആണ് എന്ത്, ഓർഡറും അതുപോലെ തന്നെ എന്ത്, കസ്റ്റമറും. ഓക്കെ, ഇതിൽ എന്താണ് വരുന്നത്, ഓക്കെ, പിന്നെയോ they have a one-to-many relationship because a customer can have multiple orders അല്ലേ. ഒരു കസ്റ്റമറിന് എന്തുണ്ടായിരിക്കും, മൾട്ടിപ്പിൾ ഓർഡേഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു 1-to-many റിലേഷൻഷിപ്പ് ആണെന്ന് നമുക്ക് പറയാം. ഇനിയോ, ഓർഡർ ക്ലാസ് ഇസ് എൻ അബ്സ്ട്രാക്ട് ക്ലാസ് ആൻഡ് ഇറ്റ് ഹാസ് 2 കോൺക്രീറ്റ് ക്ലാസ്സസ്. ഇൻഹെറിറ്റൻസ് റിലേഷൻഷിപ്പ് ആണ് സ്പെഷ്യൽ ഓർഡർ ആൻഡ് നോർമൽ ഓർഡർ. ഇവിടെ നോക്കൂ, ഓർഡറിന് നമുക്ക് 2 സബ് ക്ലാസ്സസ് ഉണ്ട് അല്ലേ. ഈ 2 സബ് ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓർഡർ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the 2 inherited classes have all the properties of the order class. In addition, they have additional functions like dispatch and receives. ഇവിടെ എന്താണ്, ഈ സ്പെഷ്യൽ ഓർഡർ, നോർമൽ ഓർഡർ എന്ന് പറയുന്ന 2 സബ് ക്ലാസ്സിനും ഓർഡർ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കിട്ടും. അതുപോലെ തന്നെ ഇതിന് എക്സ്ട്രാ എന്തുണ്ട്, സ്പെഷ്യൽ ഓർഡറിനാണെന്നുണ്ടെങ്കിൽ ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ മെത്തേഡ് ഉണ്ട്. നോർമൽ ഓർഡറിനാണെന്നുണ്ടെങ്കിൽ റിസീവ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്ട്രാ മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഒരു ക്ലാസ് ഡയഗ്രാമത്തിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഇതിനെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. അത് നമുക്ക് നോക്കാം. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒബ്ജക്റ്റ് ഇൻ്ററാക്ഷൻ ഡയഗ്രാംസിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം താങ്ക് യു ഓൾ.